ഹലോ, ഇന്ന് നമ്മുടെ ചെയ്യാൻ പോകുന്നത് ഓൾ ബോഡി സ്ട്രെച്ചിങ് ആണ്. മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾ ബോഡി വാമപ്പ്. അത് നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കോമൺ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വാമപ്പിൻ്റെ വീഡിയോ ആയിരുന്നു. പക്ഷേ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ബിഗിനേഴ്സിന് സ്ട്രെച്ചിങ് ചെയ്ത് എങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി കിട്ടാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് നമുക്ക് ലേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ ഓൾ ബോഡി സ്ട്രെച്ചിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. കുറച്ചും കൂടെ ഇത് നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ചും കൂടെ റിസ്ക് ആയിട്ടുള്ള ടൈപ്പിലൊക്കെ സ്ട്രെച്ചിങ് വരുന്നുണ്ട്. ഇത് ഞാൻ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വാമപ്പിൻ്റെ കൂടെ തന്നെ ഈ സ്ട്രെച്ചിങ് കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മസിൽസുകളൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് മുറുകി ഒന്ന് ടൈറ്റായി കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ ബോഡിക്കും നമ്മുടെ മസിൽസിനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇതൊരു തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് മാത്രം ചെയ്യുന്ന ഒരു ഐറ്റംസാണ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരും ചെയ്യാറുണ്ട്. എങ്കിൽ കൂടിയിട്ടും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നില്ല മുന്നേ, എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്, എല്ലാത്തിൻ്റെയും തുടക്കം വരുന്നത് വീട്ടിൽ നിന്നാണ് നമ്മളെല്ലാം തുടങ്ങുക. പിന്നെ അത് നമുക്ക് ചിലർക്ക് വർക്കൗട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നവരുണ്ട് ചിലവർ. പക്ഷേ വീട്ടിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷെ ഒരു ആംബിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ജിമ്മിലോട്ട് തന്നെ വരണം. അതിൽ ആ ഒരു ജിമ്മിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മളെക്കാട്ടിലും കുറച്ച് ഡെവലപ്പായിട്ടുള്ള ആളുകളുടെ മുന്നിലൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, പിന്നെ നല്ല ഫ്രണ്ട്സുകൾ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ ജിമ്മിനകത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് വേറൊരു ആംബിയൻസ് തന്നെയാണ്. അത് നമുക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത ഹോം വർക്കൗട്ടിൽ കിട്ടില്ല. സാധാ നോർമൽ ഒരു ഫിറ്റ്നസ് ആണ് മെയിൻലി എന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്താലും മതി. പക്ഷേ എങ്കിൽ കൂടിയിട്ട് ബെറ്റർ ജിമ്മിലോട്ടൊക്കെ വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഓൾ ബോഡി സ്ട്രെച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ടഫായിട്ടുള്ള ഒരു വീഡിയോ സ്ട്രെച്ചിങ്ങിൻ്റെ ടൈപ്പ് വരുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ലേറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഒരു ബിഗിനേഴ്സ് ആർക്കും ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള കുറച്ച് സ്ട്രെച്ചിങ്ങിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക, വീഡിയോ കണ്ടിരിക്കുക. ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വർക്കൗട്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഏത് പ്രായക്കാരും മീൻസ് ചെറുപ്പത്തിലല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അവർ നിർബന്ധമായിട്ടും വരണം. അവരൊക്കെ എന്തായാലും വർക്കൗട്ടിന് വന്ന് വർക്കൗട്ടൊക്കെ ചെയ്യണം. നമ്മുടെ ക്ലബ്ബിൽ തന്നെ 2-3 ആൾക്കാരുണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ അവർ ഫുൾ ചുറുചുറുപ്പിൽ നിൽക്കും. കാരണം ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഓൾറെഡി നമ്മുടെ മസിൽ മാസ് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആഫ്റ്റർ 50ക്ക് ശേഷം. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ലേറ്റ് ആയിട്ടുള്ള വർക്കൗട്ടും നമ്മുടെ മസിൽസിനൊക്കെ സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ജോയിൻറ്റ് പെയിന് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വർക്കൗട്ടിലൊക്കെ ചെയ്ത് മസിൽസൊക്കെ ചെറുതായിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് സ്ട്രെങ്ത് ആവും. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പ്രോട്ടീനുള്ള ഫുഡും ഒക്കെ കൊടുത്ത്, നല്ല ഫ്രൂട്ട്സും ഫൈബറൊക്കെ അടങ്ങിയ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടെ ബോഡി ഹെൽത്തായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഏജ്ഡായ ആൾക്കാരൊക്കെ ഇതിലൊന്ന് ഇറങ്ങാൻ ശ്രമിക്കുക.